എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ റൂൾസ് ആർ ഗോഡ്സ് ദ സ്റ്റാഫ് ക്ലാസ് റൂമിലേക്ക് എല്ലാവരെയും ഞാൻ സഹർഷം ക്ഷണിക്കുന്നു. ഞാൻ സീനിയർ ഓഡിറ്റ് ഓഫീസറായിട്ട് എജിസ് ഓഫീസിൽ നിന്ന് 36 വർഷത്തെ സർവീസിന് ശേഷം വിരമിച്ചു. ഇന്ന് ഒരു പുതിയ വീഡിയോ എടുക്കുകയാണ്. ധാരാളം ആളുകളുടെ ആവശ്യപ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സർവീസ് ബുക്ക് എങ്ങനെയാണ് ഒരു ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതിൻ്റെ എങ്ങനെയാണ് അതിൽ എൻട്രീസ് വരുത്തേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ധാരാളം സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അതിനൊക്കെ പരിഹാരമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും അപ്പോൾ തെളിയുന്ന ബെൽ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ എടുത്താൽ എൻ്റെ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. സർവീസ് ബുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. സർവീസ് ബുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന റൂള് KSR പാർട്ട് 3 ചാപ്റ്റർ 10 പ്രതിപാദിച്ചിരിക്കുന്നത്. ആ ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ റൂൾ 140A എന്താണെന്ന് നോക്കാം. സർവീസ് ബുക്ക് ഓഫ് ഗസറ്റഡ് ഓഫീസേഴ്സ്. എ റെക്കോർഡ് ഓഫ് സർവീസ് ഓഫ് ഗസറ്റഡ് എംപ്ലോയീസ് വിൽ ബി കെപ്റ്റ് ബൈ ദി ഓഡിറ്റ് ഓഫീസർ ഇൻ സച്ച് ഫോം ആസ് ഹി മേ പ്രിസ്ക്രൈബ്. When the officer is transferred, the record of his service is passed to the audit circle to which he is transferred. അതായത് ഒരു ഗസറ്റഡ് ഓഫീസറിൻ്റെ സർവീസ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴും ഒരു ഓഡിറ്റ് ഓഫീസറാണ്. കാരണം അവർക്ക് പേ സ്ലിപ്പ് കൊടുക്കുന്നത് അക്കൗണ്ടൻറ്റ് ജനറൽ ആണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അവരുടെ സർവീസ് ബുക്കും AG തന്നെയാണ്, അല്ലെങ്കിൽ ഓൺ ബിഹാഫ് ഓഫ് ദി AG ഓഡിറ്റ് ഓഫീസറാണത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന് ട്രാൻസ്ഫർ വന്ന് മറ്റൊരു ഓഡിറ്റ് സർക്കിളിലേക്ക് പോവുകയാണെങ്കിൽ ആ സർവീസ് ബുക്ക് ആ ഓഡിറ്റ് സർക്കിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും. Then when the officer is transferred to foreign service, a copy of service register will be sent to the audit officer who will account for the contribution, and this will be returned when he is retransferred. അതുപോലെ തന്നെ ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന ഒരാളിനെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് ഒരു ഫോറിൻ സർവീസിൽ വിടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർവീസ് റെക്കോർഡ്സ് എല്ലാം കൂടെ അടങ്ങുന്ന ഒരു കോപ്പി ഓഫ് ദ സർവീസ് രജിസ്റ്റർ ആ ഓഡിറ്റ് ഓഫീസർക്ക്, ഫോറിൻ എംപ്ലോയറുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഓഡിറ്റ് ഓഫീസർക്ക് അയച്ചു കൊടുക്കും. അവിടെയാണ് അദ്ദേഹം പെൻഷൻ കോൺട്രിബ്യൂഷനൊക്കെ അടയ്ക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ്, ലീവിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതേണ്ടത് ആ രജിസ്റ്ററിലാണ്. എന്നിട്ട് അദ്ദേഹത്തെ തിരിച്ച് പഴയ ലാവണത്തിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അത് തിരിച്ച് AGക്ക് അല്ലെങ്കിൽ ഓഡിറ്റ് ഓഫീസർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. ദെൻ റൂൾ 141A, സർവീസ് ബുക്ക് ഓഫ് നോൺ ഗസറ്റഡ് എംപ്ലോയീസ്. NGOമാർക്ക് സർവീസ് ബുക്ക് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നാണ്. എ സർവീസ് ബുക്ക് മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ് ഇൻ ഫോം 1 in the case of non-gazetted employees, and employees whose services are recorded in a history of services or a service register maintained by an audit officer is exempted from this rule. എല്ലാ non-gazetted employeesൻ്റെയും സർവീസ് ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുന്നതിനൊരു സർവീസ് ബുക്കുണ്ട്. അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ഫോമുണ്ട്. അത് ഫോം 1 തന്നെയാണത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതേസമയം ചില എംപ്ലോയീസിന് സർവീസ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാത്തവരുണ്ട്. അവരുടെ ഡീറ്റെയിൽസൊക്കെ ആ ഓഫീസിലെ ഓഡിറ്റ് ഓഫീസറാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഉദാഹരണത്തിന് പോലീസ്മെൻ ഓഫ് റാങ്ക് നോട്ട് ഹയർ ദാൻ ദാറ്റ് ഓഫ് എ ഹെഡ് കോൺസ്റ്റബിൾ. ഒരു ഹെഡ് കോൺസ്റ്റബിളിന് താഴെയുള്ള ഉദ്യോഗസ്ഥരുടെ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ഹയർ സബോർഡിനേറ്റ് സർവീസ് ഓഫ് ആൻഡ് ബിലോ ദ റാങ്ക് ഓഫ് ലീഡിംഗ് ഫയർമാൻ. ഒരു ലീഡിംഗ് ഫയർമാനും അദ്ദേഹത്തിൻ്റെ താഴെയുള്ള എംപ്ലോയീസിനും ഇതുപോലൊരു സർവീസ് ബുക്കിൻ്റെ കാര്യമില്ല. അവർക്കൊരു സർവീസ് റെക്കോർഡാണ് അല്ലാതെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഹൂ ഷുഡ് സപ്ലൈ ദ സർവീസ് ബുക്ക് ആൻഡ് ഹൂ മെയിൻറ്റെയിൻസ് ഇറ്റ്. ഈ സർവീസ് ബുക്ക് ആരാണ് ഓഫീസിന് സപ്ലൈ ചെയ്യുന്നത്, ആരാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇത് ഒരുപാട് സംശയമുള്ള കാര്യമാണ്. അത് റൂൾ 142 പറയുന്നത് സർവീസ് ബുക്ക് മസ്റ്റ് ബി സപ്ലൈഡ് ബൈ ദി എംപ്ലോയി അറ്റ് ഹിസ് ഓൺ കോസ്റ്റ് ഓൺ ഹിസ് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് ടു ഗവൺമെൻറ് സർവീസ്. ഒരു ഗവൺമെൻറ് സർവീസിലേക്ക് ഒരാളിന് അപ്പോയിൻമെൻറ്റ് കിട്ടിയാൽ സർവീസ് ബുക്ക്
വാങ്ങി ആ ഓഫീസിന് ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ്. ആൻഡ് ഇറ്റ് ഈസ് മെയിൻറ്റൈൻഡ് ഇൻ ദ കസ്റ്റഡി ഓഫ് ഹെഡ് ഓഫ് ഓഫീസ്. ആരാണ് അതിൻ്റെ കസ്റ്റോഡിയൻ? അത് ഹെഡ് ഓഫ് ഓഫീസാണ് ആ എംപ്ലോയിയുടെ സർവീസ് ബുക്കിൻ്റെ കസ്റ്റോഡിയൻ. ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് വിത്ത് ഹിം ഫ്രം ഓഫീസ് ടു ഓഫീസ്. അദ്ദേഹത്തിന് ഒരു ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് മാറുമ്പോൾ അതോടൊപ്പം തന്നെ സർവീസ് ബുക്കും അങ്ങോട്ട് കൈമാറേണ്ടതും ആണ്. ദെൻ ഈ സർവീസ് ബുക്ക് റിട്ടേണബിൾ ടു എംപ്ലോയി ഓൺ ടെർമിനേഷൻ ഓഫ് സർവീസ്. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ സർവീസസ് നിർത്തലാക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ സർവീസ് ബുക്ക് അദ്ദേഹത്തിന് തിരിച്ച് നൽകണമെന്നാണ് ചോദ്യം. നോ, നീഡ് നോട്ട് ബി ഹാൻഡഡ് ഓവർ ടു ഹിം. അദ്ദേഹത്തിന് കൊടുക്കാൻ പാടില്ല. ഇറ്റ് ഈസ് നോട്ട് റിട്ടേൺ ടു ദി എംപ്ലോയി ഓൺ ടെർമിനേഷൻ ഓഫ് ഹിസ് സർവീസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് റൂൾ പ്രിസ്ക്രൈബ്സ് റീറ്റെയിനിങ് ഓഫ് സർവീസ് ബുക്സ് ഓഫ് എംപ്ലോയീസ് ഓൺ ടെർമിനേഷൻ ഓഫ് ദെയർ സർവീസ്? ഒരു എംപ്ലോയിയെ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ഏത് റൂൾ അനുസരിച്ചിട്ടാണ് എസ് ബീസ് റീറ്റെയിൻ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം റൂൾ 142(1-3) of KSR Part 3 and note thereunder prescribes retaining of service books on termination of service in different cases. പല കാരണങ്ങൾ കൊണ്ട് സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെടുന്നവരുടെ സർവീസ് ബുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത് റൂൾ 142-ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ലോങ് ഷുഡ് ദി എസ് ബി ഓഫ് എംപ്ലോയി ഹു ഹാസ് റിസൈൻഡ് ഫ്രം സർവീസ് ബി റീറ്റെയിൻ? അതായത് സേവനത്തിൽ നിന്ന് റിസൈൻ ചെയ്തു പോകുന്ന ഒരു ഗവൺമെൻറ് എംപ്ലോയിയുടെ സർവീസ് ബുക്ക് എത്ര കാലം ഓഫീസ് സൂക്ഷിക്കണം എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം റൂൾ 142(1) പറയുന്ന 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിഗ്നേഷൻ ആണ്. റെസിഗ്നേഷൻ കഴിഞ്ഞാൽ ആ ഡേറ്റ് മുതൽ 5 വർഷത്തേക്ക് അദ്ദേഹത്തിൻ്റെ സർവീസ് ബുക്ക് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടിൽ വാട്ട് പീരീഡ് ഈസ് ദി എസ് ബി ഓഫ് ആൻ എംപ്ലോയി ഹു ഹാസ് ബീൻ റിമൂവ്ഡ് ഓർ ഡിസ്മിസ്ഡ് ഫ്രം സർവീസ് റീറ്റെയിൻ? അതുപോലെ തന്നെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യപ്പെട്ട ഒരു എംപ്ലോയിയുടെ സർവീസ് ബുക്ക് എത്ര കാലം സൂക്ഷിക്കണം എന്നാണ്. അത് റൂൾ 142(2)ലാണ് പറയുന്നത്. ദാറ്റ് അഗെയിൻ ഈസ് 5 years ഇഫ് നോ കേസ് ഈസ് പെൻഡിങ് ഇൻ ദ കോർട്ട്. കോടതിയിൽ അദ്ദേഹത്തിന് അഗൻസ്റ്റായിട്ട് കേസൊന്നും ഇല്ല എങ്കിൽ 5 വർഷം അദ്ദേഹത്തിൻ്റെ സർവീസ് ബുക്ക് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. 3 years ആഫ്റ്റർ ഫൈനൽ ജഡ്ജ്മെൻറ്റ് അണ്ടർ ദ നോർമൽ കോഴ്സ് ഓഫ് ലോ, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് ഓർ ദി ജഡ്ജ്മെൻറ്റ് ഓഫ് ദി highest court where the court has upheld the government decision to remove or dismiss the employee. അതേസമയം 3 വർഷമാണ് ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ റിമൂവ് ചെയ്തതിന് അഗൻസ്റ്റായിട്ട് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതിനെതിരായിട്ട് എന്തെങ്കിലും കേസുണ്ടെങ്കിൽ അതിൻ്റെ അന്തിമ തീരുമാനം വന്ന് അന്ന് മുതൽ 3 വർഷത്തേക്ക് അദ്ദേഹത്തിൻ്റെ സർവീസ് ബുക്ക് റീറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ഹൗ ലോങ് ഈസ് ദി എസ് ബി ഓഫ് എംപ്ലോയി ഹു റിട്ടയർഡ് ഫ്രം സർവീസ് റീറ്റെയിൻഡ്? അതേസമയം നോർമലായിട്ട് സർവീസിൽ നിന്ന് പെൻഷൻ പറ്റി പിരിയുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ സർവീസ് ബുക്ക് എത്ര കാലം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ടെന്നാണ്. അത് റൂൾ 142(3)ലാണ് പറയുന്നത്. ഇറ്റ് ഈസ് 25 years ഫ്രം ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്. റിട്ടയർമെൻറ്റ് ഡേറ്റ് കഴിഞ്ഞാൽ 25 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ സർവീസ് ബുക്ക് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അനദർ ക്വസ്റ്റ്യൻ, ദി സർവീസ് ബുക്ക് ഓഫ് ആൻ എംപ്ലോയി ഹു ഡൈഡ് വൈൽ ഇൻ സർവീസ് or who has been retrenched is retained for -years. അതായത് സർവീസിലിരിക്കുമ്പോൾ മരിക്കുകയോ അല്ലെങ്കിൽ പിരിച്ചുവിടുകയോ ചെയ്യുന്ന ഒരു ഗവൺമെൻറ് എംപ്ലോയിയുടെ സർവീസ് ബുക്ക് എത്ര കാലം സൂക്ഷിക്കണം? ദാറ്റ് ഈസ് അഗെയിൻ 142(3) 25 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഡെത്ത് ഓർ റിട്രെഞ്ച്മെൻറ്റ് ആസ് ദ കേസ് മേ ബി. അതും 25 വർഷം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ എംപ്ലോയി വാസ് ഡിസ്മിസ്ഡ് ആൻഡ് ആഫ്റ്റർവേർഡ്സ് റീഇൻസ്റ്റേറ്റഡ്. വാട്ട് ഈസ് ടു ബി ഡൺ വിത്ത് ഹിസ് എസ് ബി? ഒരാളിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു, പക്ഷേ ഒരു കേസൊക്കെ ജയിച്ച് അദ്ദേഹം തിരിച്ച് സർവീസിൽ കയറി. ആ കേസിൽ എസ് ബി എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? ഇൻ സച്ച് കേസസ് ദി എസ് ബി ഷുഡ് ഓൺ റിക്വസിഷൻ ബി റിട്ടേൺ ടു ദി ഹെഡ് ഓഫീസ് ഇൻ വിച്ച് ഹി ഈസ് റീ എംപ്ലോയിഡ്. അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും സേവനം പുനരാരംഭിച്ചത് ഏത് ഓഫീസിലാണോ ആ ഓഫീസിൻ്റെ ഹെഡ് ഓഫ് ഓഫീസിലേക്ക് സർവീസ് ബുക്ക് കൈമാറപ്പെടേണ്ടത് ആണ്. So who maintains the SB of an employee who is re-employed after resignation? റെസിഗ്നേഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു റീഎംപ്ലോയ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ സർവീസ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആരാണ്? ഇൻ സച്ച് കേസസ് ദി എസ് ബി ഷുഡ് ഓൺ റെക്വിസിഷൻ ബി റിട്ടേൺ ടു ദി ഹെഡ് ഓഫ് ഓഫീസ് ഇൻ വിച്ച് ഹി ഈസ് റീഎംപ്ലോയിഡ്.
അത് ഏത് ഓഫീസിലാണോ റീഎംപ്ലോയിഡായിട്ട് പ്രവർത്തിക്കുന്നത് ആ ഓഫീസിൻ്റെ ഹെഡ് ഓഫ് ഓഫീസിലേക്ക് ആ സർവീസ് ബുക്ക് അയച്ചു കൊടുക്കണം. സിമിലർ ഈസ് ദ കേസ് വിത്ത് ആൻ എംപ്ലോയി ഹു ഹാസ് ഡിസ്ചാർജ്ഡ് വിത്തൗട്ട് എ ഫാൾട്ട് ആൻഡ് റീഎംപ്ലോയിഡ്. അതുപോലെ തന്നെ ഒരു കുറ്റവും ഇല്ലാതെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയും പിന്നീട് അദ്ദേഹത്തെ തിരിച്ച് സർവീസിൽ കയറ്റുകയും ചെയ്ത ആളിൻ്റെ കേസിലും ഇതേ നടപടിക്രമം തന്നെയാണ് സ്വീകരിക്കേണ്ടത്. ദെൻ ഹൗ ആർ എൻട്രീസ് മെയ്ഡ് ഇൻ സർവീസ് ബുക്ക്? സർവീസ് ബുക്കിൽ എങ്ങനെയാണ് ഓരോ എൻട്രിയും വരുത്തേണ്ടത്, എങ്ങനെയാണത് എഴുതേണ്ടത്? സർവീസ് ബുക്ക് റൂൾ 143 പറയുന്നത് എവരി സ്റ്റെപ്പ് ഇൻ ആൻ എംപ്ലോയീസ് ഒഫീഷ്യൽ ലൈഫ് മസ്റ്റ് ബി റെക്കോർഡഡ് ഇൻ ഹിസ് SP. ഒരു ഗവൺമെൻറ് എംപ്ലോയിയുടെ ഔദ്യോഗികമായ എല്ലാ വിവരങ്ങളും ഒരു സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഈച്ച് എൻട്രി മസ്റ്റ് ബി അറ്റസ്റ്റഡ് ബൈ ദി ഹെഡ് ഓഫ് ഓഫീസ്. അതുപോലെ എഴുതുന്ന ഓരോ എൻട്രിയും, ഒരു പേജിന് ഒരു എൻട്രി ഒന്നും ഇട്ടാൽ പോരാ, ഇനിഷ്യൽ ചെയ്താൽ പോരാ. ഈച്ച് ആൻഡ് എവരി എൻട്രി ഇൻ ദ സർവീസ് ബുക്ക് ഷുഡ് ബി സൈൻഡ് ബൈ ദി ഹെഡ് ഓഫ് ഓഫീസ്. എന്ന് പറഞ്ഞാൽ അത് എൻട്രിയുടെ ബോണഫൈഡ്സ് അല്ലെങ്കിൽ സത്യസന്ധത അദ്ദേഹം ഉറപ്പുവരുത്തുന്നു എന്നാണ് ആ ഇനിഷ്യൽ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കണം. ഹൂ അറ്റസ്റ്റ് ദി എൻട്രീസ് ഇൻ ദ സർവീസ് ബുക്ക് ഓഫ് ഹെഡ് ഓഫ് ഓഫീസ്? ഒരു ഹെഡ് ഓഫ് ഓഫീസിൻ്റെ സർവീസ് ബുക്ക് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നാണ്. അതിൽ എൻട്രി വരുത്തേണ്ടത് ആരാണ്? ദ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ഓഫീസർ ഓഫ് ദി ഹെഡ് ഓഫ് ഓഫീസ് അറ്റസ്റ്റ് ദി എൻട്രീസ് ഇൻ ദി SB ഓഫ് ഹെഡ് ഓഫ് ഓഫീസ്. ആ ഹെഡ് ഓഫ് ഓഫീസിൻ്റെ ജസ്റ്റ് സുപ്പീരിയർ ഓഫീസർ ആരാണോ അദ്ദേഹം വേണം ഈ ഹെഡ് ഓഫ് ഓഫീസിൻ്റെ സർവീസ് ബുക്കിൽ ആവശ്യമായിട്ടുള്ള ഓരോ എൻട്രിയും വരുത്തി അറ്റസ്റ്റ് ചെയ്യേണ്ടത്. ദെൻ വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ഹെഡ് ഓഫ് ഓഫീസ് റിഗാർഡിംഗ് ദി എൻട്രീസ് ഇൻ ദ സർവീസ് ബുക്ക്? സർവീസ് ബുക്കിലെ എൻട്രീസ് നടത്തുമ്പോൾ ഒരു ഹെഡ് ഓഫ് ഓഫീസിൻ്റെ കടമകൾ എന്തൊക്കെയാണ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഹി മസ്റ്റ് സീ ദാറ്റ് ഓൾ എൻട്രീസ് ആർ ഡ്യൂലി മെയ്ഡ് ആൻഡ് അറ്റസ്റ്റഡ്. അതായത് ആ എംപ്ലോയിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എൻട്രീസും അതിൻ്റെ ക്രൊണോളജിക്കൽ ഓർഡറിൽ തന്നെ സർവീസ് ബുക്കിൽ എഴുതപ്പെടുകയും അത് അറ്റസ്റ്റ് ചെയ്യുകയും എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ചെയ്യുകയും ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ആൻഡ് ദ സർവീസ് ബുക്ക് ആൻഡ് ദ ബുക്ക് കണ്ടെയ്ൻസ് നോ ഇറേഷർ ഓർ ഓവർ റൈറ്റിംഗ്. അത് മായ്ച്ചു കളയുകയോ അല്ലെങ്കിൽ ഓവർ റൈറ്റിംഗ് നടത്തുകയോ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. ആൻഡ് ഓൾ കറക്ഷൻസ് ആർ നീറ്റ്ലി മെയ്ഡ് ആൻഡ് പ്രോപ്പർലി അറ്റസ്റ്റഡ്. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ മേളിലൂടെ റെഡിങ് വെച്ച് വരച്ചിട്ട് കൃത്യമായ എൻട്രി അതിൻ്റെ താഴെ നൽകേണ്ടതാണ്. അത് ആ കറക്ഷൻ അറ്റസ്റ്റ് ചെയ്യുകയും വേണം. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, വാട്ട് ഷുഡ് ബി ഇൻഡിക്കേറ്റഡ് ബൈ ദി എൻട്രി റിഗാർഡിംഗ് ദ ഡേറ്റ് ഓഫ് ബർത്ത് ഇൻ ദ സർവീസ് ബുക്ക്? സർവീസ് ബുക്കിൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് റെക്കോർഡ് ചെയ്ത് അറ്റസ്റ്റ് ചെയ്യുമ്പോൾ ഏത് സോഴ്സിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് ആധികാരിക രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഡേറ്റ് ഓഫ് ബർത്ത് സർവീസ് ബുക്കിലേക്ക് പകർത്തിയത് എന്നുള്ളത് നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. അത് 143(1) പറയുന്നത് ദ എൻട്രി ഇൻ ദ സർവീസ് ബുക്ക് റിഗാർഡിംഗ് ഡേറ്റ് ഓഫ് ബർത്ത് ഷുഡ് ഇൻഡിക്കേറ്റ് ഓൺ വാട്ട് എവിഡൻസ് ദ ഡേറ്റ് ഓഫ് ബർത്ത് വാസ് അക്സെപ്റ്റഡ്. ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഡേറ്റ് ഓഫ് ബർത്ത് റെക്കോർഡ് ചെയ്തതെന്ന കാര്യവും സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തണം. ദെൻ വാട്ട് ആർ ദ ഡോക്യുമെൻറ്റ്സ് ദാറ്റ് ആർ കൺസിഡേർഡ് ആസ് സാറ്റിസ്ഫാക്ടറി പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്? ഒരു ഡേറ്റ് ഓഫ് ബർത്ത് സർവീസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നതിന് ആധാരമായിട്ടുള്ള രേഖകൾ എന്തൊക്കെയാണെന്നാണ്. അത് റൂൾ 143(1) പറയുന്നത് ഇൻ ദ കേസ് ഓഫ് പേഴ്സൺസ് ഹു ഹാവ് അറ്റൻഡഡ് റെക്കഗ്നൈസ്ഡ് സ്കൂൾ കോളേജ്, ദ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് ഓർ ഓഥൻറ്റിക്കേറ്റഡ് എക്സ്ട്രാക്ട് ഓഫ് ദി അഡ്മിഷൻ രജിസ്റ്റർ ഓഫ് എ സ്കൂൾ കോളേജ് വേർ ദി എംപ്ലോയി ലാസ്റ്റ് സ്റ്റഡീഡ്. ഒരു സ്കൂൾ വിദ്യാഭ്യാസം, കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റിൽ അത് ഓഥൻറ്റിക്കേറ്റഡ് എക്സ്ട്രാക്ട് ഓഫ് ദി അഡ്മിഷൻ രജിസ്റ്റർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഡ്മിഷൻ രജിസ്റ്ററിലെ സ്കൂളിലെയോ കോളേജിലെയോ അഡ്മിഷൻ രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളതിൻ്റെ അറ്റസ്റ്റഡ് കോപ്പി എടുത്ത് അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്ത് അതിൽ നിന്ന് വേണം ഈ ഡേറ്റ് ഓഫ് ബർത്ത് പകർത്താനായിട്ട്. ദെൻ ഇൻ ദ കേസ് ഓഫ് അതേഴ്സ്, കോളേജ് വിദ്യാഭ്യാസമോ സ്കൂൾ വിദ്യാഭ്യാസം ആർജിച്ചിട്ടില്ലാത്തവരുടെ കേസിലാണെങ്കിൽ ഓഥൻറ്റിക്കേറ്റഡ് എക്സ്ട്രാക്റ്റ് ഫ്രം ബർത്ത് രജിസ്റ്റർ ഓർ ബാപ്റ്റിസ്മൽ രജിസ്റ്റർ ഓർ മുസ്ലിം ജമാഅത്ത് സർട്ടിഫിക്കറ്റ് ബൈ എ ഗസറ്റഡ് ഓഫീസർ. അല്ലെങ്കിൽ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ബാപ്റ്റിസം നടത്തിയതിൻ്റെ രേഖയായിട്ട് അല്ലെങ്കിൽ മുസ്ലിം ജമാഅത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ ആധികാരികമായ ഏതെങ്കിലും രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഡേറ്റ് ഓഫ് ബർത്ത് രേഖപ്പെടുത്താൻ പറ്റൂ. സർട്ടിഫിക്കറ്റ് ബൈ എ മജിസ്ട്രേറ്റ് ഓർ ട്രസ്റ്റ് വർത്തി പേഴ്സൺ ഇൻ ദി ടൗൺ വില്ലേജ് ആൻഡ് ഒറിജിനൽ കോപ്പി ഓഫ് ഹോറോസ്കോപ്പ്, ഇതൊക്കെ നമുക്ക് ആധികാരിക രേഖകളായിട്ട് കണക്കാക്കാം. മജിസ്ട്രേറ്റ് ഒപ്പിട്ട സർട്ടിഫിക്കറ്റ്,
ദെൻ വിശ്വസനീയമായ സമൂഹത്തിൽ നല്ല പദവിയിലുള്ള ഒരു ആളിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഹോറോസ്കോപ്പിൻ്റെ കോപ്പി, ഇതൊക്കെ നമുക്ക് ആധികാരിക രേഖകളായിട്ട് കണക്കാക്കാവുന്നതാണ്. ദെൻ കറസ്പോണ്ടൻസ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത് സപ്പോർട്ടഡ് ബൈ എ ഡിക്ലറേഷൻ ഫ്രം ദി ഹെഡ് ഓഫ് ഓഫീസ്. അതായത് ജനന സമയത്ത് ഏതെങ്കിലും ഒരു കറസ്പോണ്ടൻസോ അതിൽ കുറിച്ചിരിക്കുന്ന സമയവുമോ ആണ് നമുക്ക് മറ്റൊരു ആധികാരിക രേഖയായിട്ട് കണക്കാക്കാവുന്ന. അഫിഡവിറ്റ് ഓഫ് ദി പേരൻറ്റ് ഓഫ് ദി പേഴ്സൺ, ക്ലോസ് റിലേറ്റീവ് who has a knowledge of the approximate date of birth of the person, signed before an officer who is competent to administer oath. അതുപോലെ തന്നെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ പേരൻസിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ ഒരു സത്യവാങ്മൂലത്തിൻ്റെ ബേസിസിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഒരു ഓത്ത് എടുത്ത് സത്യവാചകത്തോടു കൂടിയാണ് ഡേറ്റ് ഓഫ് ബർത്ത് ഹാജരാക്കുന്നതെങ്കിൽ അതും നമുക്ക് സ്വീകാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാൻ ദീസ് ഡോക്യുമെൻറ്റ്സ് ബി അക്സെപ്റ്റഡ് ഇൻ ദ കേസ് ഓഫ് പേഴ്സൺസ് ഹു ഹാവ് അറ്റൻഡഡ് സ്കൂൾ ഓർ കോളേജ് ബട്ട് ദ റെലവൻറ്റ് റെക്കോർഡ്സ് ഓഫ് സ്കൂൾ ഓർ കോളേജ് ഹാവ് ആഫ്റ്റർ ഡ്യൂ എൻക്വയറി ബീൻ ഫൗണ്ട് ഡിസ്ട്രോയിഡ്? ഒരു കോളേജിലെയോ അല്ലെങ്കിൽ സ്കൂളിലെയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന് കണ്ടാൽ ഈ മുകളിൽ പറഞ്ഞ റെക്കോർഡ്സൊക്കെ നമുക്ക് സ്വീകരിക്കാവുന്നതാണോ എന്നാണ് ചോദ്യം. റൂൾ 43 പറയുന്നത് യെസ്, വി ക്യാൻ അക്സെപ്റ്റ് ദിസ് സച്ച് ഡോക്യുമെൻറ്റ്സ്. ദെൻ വാട്ട് ആർ ദി എൻട്രീസ് ടു ബി മെയ്ഡ് ഇൻ സർവീസ് ബുക്ക് അതർ ദാൻ ദി എൻട്രി റിലേറ്റിംഗ് ടു ഡേറ്റ് ഓഫ് ബർത്ത്? ഒരു സർവീസ് ബുക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രി എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്താണ്. ആ ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞാൽ പിന്നീട് എന്തൊക്കെ എൻട്രീസാണ് ഒരു സർവീസ് ബുക്കിൽ വരുത്തേണ്ടത് എന്നാണ് ചോദ്യം. റൂൾ 143(2) പറയുന്നത് ടെമ്പററി ആൻഡ് ഒഫീഷ്യേറ്റിംഗ് പ്രൊമോഷൻസ്, റിഡക്ഷൻസ് വിത്ത് റീസൺസ്, പ്രൊബേഷൻ, ഇൻക്രിമെൻറ്റ്സ്, ട്രാൻസ്ഫേഴ്സ് ആൻഡ് ലീവ് ഷുഡ് ബി റെഗുലർലി ആൻഡ് കൺകറൻ്റ്ലി റെക്കോർഡഡ്. പിന്നീട് വരുന്നത് ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡറാണ്. അതിനുശേഷം അദ്ദേഹത്തെ ടെമ്പററി ആയിട്ടാണോ അപ്പോയിൻറ്റ് ചെയ്തത്, അത് ഒഫീഷ്യേറ്റിംഗ് അപ്പോയിൻമെൻ്റ് ആണോ, അദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ എന്നാണ്, അല്ലെങ്കിൽ ഏത് ഓർഡർ അനുസരിച്ചാണ്, പിന്നെ റിഡക്ഷൻ അദ്ദേഹത്തെ തരം താഴ്ത്തിയത് ഏത് ഓർഡർ വെച്ചിട്ടാണ് എന്ന് മുതലാണ്, അതിൻ്റെ കാരണം എന്താണ്, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത ഡീറ്റെയിൽസ്, ഇൻക്രിമെൻ്റ് കൊടുത്തതിനായിട്ട് ബന്ധപ്പെട്ട നോട്ടിങ്സ്, ദെൻ ട്രാൻസ്ഫേഴ്സ് ആൻഡ് ലീവ്. എല്ലാ ലീവും അതിൽ ഈ ഫോം 1 ഒരു ലീവ് അക്കൗണ്ട് ഉണ്ട്. ആ ലീവ് അക്കൗണ്ടിൽ ഇത് മുഴുവൻ കൃത്യമായി രേഖപ്പെടുത്തണം. എങ്ങനെയാണ്? ഇറ്റ് ഷുഡ് ബി റെഗുലർലി ആൻഡ് കൺകറൻ്റ്ലി. അതായത് ആ സംഭവം നടക്കുമ്പോൾ തന്നെ അത് അതിൻ്റെ ഓർഡറിൽ അതിൻ്റെ സീക്വൻസിൽ തന്നെ എഴുതണം. അതുപോലെ കൺകറൻ്റ്ലി മീൻസ് ദെൻ ആൻഡ് ദെയർ ഇറ്റ് ഷുഡ് ബി റിട്ടൺ. ആ സംഭവം നടക്കുന്നതോടൊപ്പം തന്നെ അത് മാറ്റി വെക്കാതെ അന്നേരം തന്നെ സർവീസ് ബുക്കിൽ ഇതെല്ലാം വളരെ ഒരു ഗവൺമെൻറ് എംപ്ലോയിയെ സംബന്ധിച്ച് അതിപ്രധാനമായ ഇവൻസാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. അതെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ച് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും വളരെ വാല്യുബിളായിട്ടുള്ള ഇൻഫർമേഷനാണ്. അതുകൊണ്ട് അതെല്ലാം സർവീസ് ബുക്കിൽ അതിൻ്റെ ഓർഡറിൽ എഴുതുകയും അപ്പോഴെഴുതുകയും അതെല്ലാം കൺസേൺഡ് അതോറിറ്റി അറ്റസ്റ്റ് ചെയ്യുകയും വേണം. Each entry should be duly verified with reference to departmental orders, payables, etc. അതുപോലെ അദ്ദേഹത്തിന് ഓരോ എൻട്രിയും അറ്റസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് നോക്കണം. ഏതിൻ്റെ ബേസിസിലാണ് ഇതിലെഴുതിയിരിക്കുന്നത്, അതിൻ്റെ ഓർഡർ നോക്കണം. ആ ഡിപ്പാർട്ട്മെൻറ്റൽ ഓർഡേഴ്സ് വെരിഫൈ ചെയ്യണം. അതുപോലെ അദ്ദേഹത്തിൻ്റെ പേയും അലവൻസസൊക്കെ സർവീസ് ബുക്കിൽ എഴുതുമ്പോൾ പേബിൾ രജിസ്റ്റർ എടുത്ത് നോക്കിയിട്ട് വേണം അതൊക്കെ റെക്കോർഡ് ചെയ്യാൻ. ആൻഡ് ഈച്ച് എൻട്രി ഷുഡ് ബി അറ്റസ്റ്റഡ് ബൈ ദ ഹെഡ് ഓഫ് ഓഫീസ് ഓർ എ ഗസറ്റഡ് അസിസ്റ്റൻറ്റ് ഡെലിഗേറ്റഡ് ബൈ ഹിം. ഓരോന്നും ഹെഡ് ഓഫ് ഓഫീസും അല്ലെങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസർ അല്ലെങ്കിൽ ഒരു ഡെലിഗേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പവേഴ്സ് ഉപയോഗിച്ച് ഈ ഓരോ എൻട്രിയും സർവീസ് ബുക്കിൽ റെക്കോർഡ് ചെയ്ത് അറ്റസ്റ്റ് ചെയ്യപ്പെടണം. All exams passed including departmental test with reference to the part and the date of gazette with the roll number of the candidate should be recorded. അതുപോലെയാണ് അദ്ദേഹം ഇപ്പോൾ പലതരത്തിൽ PSCയുടെ ഒക്കെ ഇപ്പോൾ അക്കൗണ്ട് ടെസ്റ്റ് എഴുതുന്നുണ്ട്, പിന്നെ അതുപോലെ പ്രൊമോഷന് വേണ്ടിയിട്ട് ടെസ്റ്റുകൾ എഴുതുന്നുണ്ട്. അത് അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാമിനേഷൻസിൻ്റെ മുഴുവൻ അദ്ദേഹം പാസ്സായാൽ ആ വിവരങ്ങളും അതിൻ്റെ അതോറിറ്റിയും സർവീസ് ബുക്കിൽ കൃത്യമായി രേഖപ്പെടുത്തണം എന്നും ഓർക്കുക. ദെൻ വാട്ട് ഈസ് ദ പ്രൊസീജിയർ
to be followed in transferring the SB of a transferred non-gazetted officer. ഒരു നോൺ ഗസറ്റഡ് ഓഫീസറുടെ SB മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നാണ്. റൂൾ 143(3) പറയുന്നത് the nature and reason for the transfer should be recorded by the office from which the employee is transferred. ഏത് ഓഫീസിൽ നിന്നാണോ അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഓഫീസ് തന്നെ അദ്ദേഹത്തിൻ്റെ നേച്ചർ ഓഫ് ട്രാൻസ്ഫറും എന്തുകൊണ്ടാണ് ട്രാൻസ്ഫർ ചെയ്ത വിവരങ്ങളും ഒക്കെ ആ സർവീസ് ബുക്കിൽ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. ആൻഡ് ദി എൻട്രീസ് ഷുഡ് ബി വെരിഫൈഡ് ടു ഡേറ്റ് and attested by the head of office, and then the SB transferred to the office to which the employee is transferred. അപ്പോൾ എവിടെ നിന്നാണോ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് അവിടുത്തെ ഗവൺമെൻറ് ഓഫീസർ ഇത് മുഴുവൻ വെരിഫൈ ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ്നെസ് ഒക്കെ ഉറപ്പ് വരുത്തിയിട്ട് വേണം അടുത്ത ഓഫീസിലേക്ക് ആ സർവീസ് ബുക്ക് കൈമാറാൻ എന്ന് അർത്ഥം. അടുത്തത് what are the duties of the head of office regarding the SB of an employee transferred to his office? പുതുതായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടുത്തെ ഹെഡ് ഓഫ് ഓഫീസ് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്നാണ് സർവീസ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട്. റൂൾ 143(3) പറയുന്നത് ഇഫ് ദ ഹെഡ് ഓഫ് ഓഫീസ് ടു വിച്ച് ദി എംപ്ലോയി ഈസ് ട്രാൻസ്ഫേർഡ് ഫൈൻഡ്സ് എനി എറർ ഓർ ഒമിഷൻ ഇൻ ദ ബുക്ക് ഓൺ റെസീറ്റ് ഹി ഷുഡ് റിട്ടേൺ ഇറ്റ് ടു ദി ഫോർവേഡിംഗ് ഓഫീസർ ഫോർ റെക്ടിഫൈങ് ദി എറർ or supplying the omission before the book is taken over by him. അദ്ദേഹം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട പുതുതായിട്ട് ഓഫീസിൽ ചാർജ് എടുത്ത ആ ഉദ്യോഗസ്ഥൻ്റെ സർവീസ് ബുക്കുകൾ വെരിഫൈ ചെയ്യും. അതിൽ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ കറക്ഷൻസോ അല്ലെങ്കിൽ ഒമിഷൻസോ ഒക്കെ കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ സർവീസ് ബുക്ക് എവിടെ നിന്നാണോ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ആ ഉദ്യോഗസ്ഥരിലേക്ക് മടക്കി അയക്കുകയും അത് ആ ഓഫീസിൽ നിന്ന് കറക്റ്റ് ചെയ്ത് വാങ്ങിയിട്ട് വേണം അതിൻ്റെ ഡിഫക്ട്സൊക്കെ തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് വേണം പുതുതായിട്ട് ഈ പുതിയ ഓഫീസിൽ സർവീസ് ബുക്ക് സ്വീകരിക്കാൻ. ദെൻ ക്യാൻ ദി SB ബി ഹാൻഡഡ് ഓവർ ടു ദി എംപ്ലോയി ഹൂ ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ്? ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട എംപ്ലോയിയുടെ സർവീസ് ബുക്ക് അയാളുടെ കയ്യിൽ തന്നെ കൊടുത്തയക്കാമോ എന്നാണ്. നോ, ഒരിക്കലും അങ്ങനെ സർവീസ് ബുക്ക് അയക്കരുത്. ബൈ പോസ്റ്റിൽ ഉത്തരവാദിത്വത്തോടു കൂടി മാത്രമേ സർവീസ് ബുക്ക് ഒരു ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാൻ പാടുള്ളൂ. ദി SB ഷുഡ് നോട്ട് ബി മെയ്ഡ് ഓവർ ടു ദി നോൺ ഗസറ്റഡ് എംപ്ലോയി ഹൂ ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ്. അദ്ദേഹത്തിൻ്റെ കൈവശം ഒരിക്കലും കൊടുത്തു വയ്ക്കുന്നത് നിയമപരമല്ല. ദെൻ വാട്ട് കൈൻഡ്സ് ഓഫ് ലീവ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ SB? ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. സർവീസ് ബുക്കിൻ്റെ ലീവ് അക്കൗണ്ടിൻ്റെ ഭാഗത്ത് ഏതൊക്കെ തരം ലീവുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് എഴുതേണ്ടത്? നിങ്ങൾക്കറിയാം, കാഷ്വൽ ലീവ് ഒഴികെയുള്ള ബാക്കി എല്ലാ റെഗുലർ ലീവുകളെക്കുറിച്ചും ഉള്ള അക്കൗണ്ട് ഈ സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തണം. കാരണം കാഷ്വൽ ലീവാണ് എടുക്കുന്നതെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് രജിസ്റ്ററാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഗണത്തിൽ വരുന്നതാണ് സ്പെഷ്യൽ കാഷ്വൽ ലീവ് എന്ന് സാങ്കത്യമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ദെൻ വാട്ട് കൈൻഡ് ഓഫ് ലീവ് ഷുഡ് ബി, പിന്നെ ഏതൊക്കെ ലീവാണ് എടുക്കേണ്ടതെന്ന് ചോദ്യം. അതിൻ്റെ ഉത്തരം റൂൾ 143 ലീവ് ഓഫ് ഓൾ കൈൻഡ്സ് എക്സെപ്റ്റ് കാഷ്വൽ ലീവ്, കാഷ്വൽ ലീവ് ഒഴികെയുള്ള ബാക്കി എല്ലാ ലീവുകളും ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദി SB ഇൻ ഡീറ്റെയിൽ ബൈ ദ ഒഫീഷ്യൽ entrusted with the preparation of the pay bill of the establishment. അതുപോലെ പേ ബിൽ രജിസ്റ്റർ എഴുതുന്ന ആളും ഇത് പരിശോധിക്കണം. കാരണം അദ്ദേഹം ഹാഫ് പേ ലീവാണ് എടുക്കുന്നതെങ്കിൽ ആ ഹാഫ് പേ ലീവിനനുസരിച്ചിട്ടുള്ള സാലറി റെഗുലേറ്റ് ചെയ്യണം. അതുപോലെ LW ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സാലറി റെഗുലേറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് പേ ബിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഉദ്യോഗസ്ഥനും ഈ ലീവ് അക്കൗണ്ട് പരിശോധിച്ചിട്ട് വേണം അദ്ദേഹത്തിൻ്റെ സാലറിയൊക്കെ നിർണ്ണയിക്കാനും രേഖപ്പെടുത്താനും. ദ എൻട്രീസ് ഷുഡ് ബി വെരിഫൈഡ് ആൻഡ് അറ്റസ്റ്റഡ് ബൈ ദ ഹെഡ് ഓഫ് ഓഫീസ്. എന്നിട്ട് ആ സർവീസ് ബുക്കിലെ ലീവ് അക്കൗണ്ടും അല്ലെങ്കിൽ മറ്റ് എൻട്രീസും ഒക്കെ ഹെഡ് ഓഫ് ഓഫീസ് അതിൻ്റെ കറക്റ്റ്നെസ് വെരിഫൈ ചെയ്ത് അറ്റസ്റ്റ് ചെയ്യുകയും വേണം. വാട്ട് എൻട്രീസ് ഷുഡ് ബി മെയ്ഡ് ഇൻ ദ സർവീസ് ബുക്ക് വിത്ത് റിഗാർഡ് ടു സസ്പെൻഷൻ ഓഫ് ആൻ ഓഫീസർ? ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് താൽക്കാലികമായി പിരിച്ചുവിട്ടാൽ എന്തൊക്കെ എൻട്രീസാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് സർവീസ് ബുക്കിൽ നോട്ട് ചെയ്യേണ്ടത്? അതിന് റൂൾ 144 പറയുന്നത് എവറി പീരീഡ് ഓഫ് സസ്പെൻഷൻ ഓർ ഇൻ്ററപ്ഷൻ ഓഫ് സർവീസ് must be noted with the full details of its duration in an entry made across the page of service book and attested by the attesting officer. അങ്ങനെ ഒരു സസ്പെൻഷനോ അല്ലെങ്കിൽ സർവീസ് ബ്രേക്കോ ഒക്കെ വരികയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യം സർവീസ് ബുക്കിൽ കൃത്യമായി അതിനെ കുറുകെ
കൃത്യമായി രേഖപ്പെടുത്തേണ്ടതായിട്ട് ഉണ്ട്. വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു എൻട്രി ആയിരിക്കണം എന്നർത്ഥം. അപ്പോൾ സസ്പെൻഷൻ പീരീഡ് ആണെങ്കിൽ അത് കൃത്യമായി അതിൽ രേഖപ്പെടുത്തുകയും അതിൻ്റെ ഡേറ്റുകളും ഒക്കെ അറ്റസ്റ്റ് ചെയ്യുകയും ചെയ്യാൻ വിട്ടുപോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് whose duty is it to see that the entries regarding the suspension or interruption of service are promptly made in the service book? അപ്പോൾ ഒരാളിനെ സർവീസിൽ നിന്ന് താൽക്കാലികമായി പിരിച്ചുവിടുകയോ മാറ്റി നിർത്തുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആരുടെ ഉത്തരവാദിത്വമാണ് ഈ വിവരങ്ങളൊക്കെ സർവീസ് ബുക്കിൽ എഴുതുക എന്നുള്ളത്? അത് അറ്റസ്റ്റിംഗ് ഓഫീസറുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ തന്നെ കൺകറൻ്റ്ലി അത് സർവീസ് ബുക്കിൽ നോട്ട് ചെയ്ത് അറ്റസ്റ്റ് ചെയ്യണം. അത് റൂൾ 144 പറയുന്നത്. ദെൻ ഹൗ ആർ ദി എൻട്രീസ് റിഗാർഡിംഗ് റിഡക്ഷൻ ഓഫ് ആൻ എംപ്ലോയി ടു ലോവർ പോസ്റ്റ് ഓർ ഡിസ്മിസൽ, റിമൂവൽ, സസ്പെൻഷൻ എക്സെട്ര ബി റെക്കോർഡഡ് ഇൻ സർവീസ്? അതുപോലെ ഒരാളിനെ സർവീസിൽ നിന്ന് അയാളെ തരം താഴ്ത്തുകയോ അയാളെ സസ്പെൻഡ് ചെയ്യുകയോ അയാളെ സർവീസിൽ നിന്ന് നീക്കുകയോ സസ്പെൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ആ പ്രൊസീജിയർ, ഒരു വലിയ പ്രൊസീജിയറിലൂടെയോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഉത്തരവിലൂടെയൊക്കെ ആയിരിക്കും ഈ സംഭവങ്ങളൊക്കെ നടക്കുക. അപ്പോൾ എങ്ങനെയാണത് സർവീസ് ബുക്കിൽ നോട്ട് ചെയ്യേണ്ട വിധം എന്നാണ് ചോദ്യം. അത് ഇൻസ്ട്രക്ഷൻ ബിലോ റൂൾ 144 വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ദീസ് ഷുഡ് ഓൾവേസ് ബി ബ്രീഫ്ലി സ്റ്റേറ്റഡ്. അല്ലാതെ ഗവൺമെൻറ് ഉത്തരവിൽ പറയുന്ന പോലെ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊസീജിയറിൽ വളരെ അറ്റ് ലെങ്ത് അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കും. അത് മുഴുവൻ എഴുതി വെക്കേണ്ട, അതിൻ്റെ കാതലായ ഭാഗം സർവീസ് ബുക്കിൽ നോട്ട് ചെയ്യുകയാണ്. ബ്രീഫ്ലി സ്റ്റേറ്റഡ് ലൈക്ക് റെഡ്യൂസ്ഡ് ഫോർ ഇന്നെഫിഷ്യൻസി. ഉദാഹരണത്തിന് അദ്ദേഹത്തിനെ തരം താഴ്ത്തി, കാരണം കാര്യക്ഷമതയില്ലാത്തത് കൊണ്ട് തരം താഴ്ത്തി. അതുപോലെ പ്രൊബേഷൻ ടെർമിനേറ്റഡ് ഓൺ ഗ്രൗണ്ട്സ് ഓഫ് അൺഫിറ്റ്നസ്. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത ആളാണെങ്കിലും പിന്നീട് അദ്ദേഹത്തെ അൺഫിറ്റാണ്, ആ ഉദ്യോഗത്തിൽ തുടരാൻ അദ്ദേഹത്തിന് പ്രാപ്തി കുറവാണ് എങ്കിൽ ആ കാര്യം എന്തുകൊണ്ടാണ് പ്രൊബേഷനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രൊബേഷൻ ടെർമിനേറ്റ് ചെയ്തതെന്ന് റെക്കോർഡ് ചെയ്യുക. ആൻഡ് ദ ഗ്രൗണ്ട് ഓഫ് ഫിറ്റ്നസ് എക്സെട്ര. ഇൻ്ററപ്ഷൻസ് ഇൻ സർവീസ്, ലീവ് നോട്ട് കൗണ്ടിങ് ഫോർ പെൻഷൻ, പെനാൽറ്റീസ് ആൻഡ് റിവാർഡ്സ് എക്സെട്ര ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ SP. അതുപോലെ ഇൻ്ററപ്ഷൻസ് ഇൻ സർവീസ്, ബ്രേക്ക് വന്നു എന്നിരിക്കട്ടെ, ആ ബ്രേക്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ എന്തുകൊണ്ട് വന്നു എന്ന് അതിൽ റെക്കോർഡ് ചെയ്യണം. അതുപോലെ തന്നെ ലീവ് നോട്ട് കൗണ്ടിങ് ഫോർ പെൻഷൻ, പെൻഷന് ക്വാളിഫയിങ് സർവീസ് അല്ലാത്ത ലീവ് ഏതൊക്കെയാണ്, ഈ കാര്യങ്ങൾ. അതുപോലെ അദ്ദേഹത്തിന് പെനാൽറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരം, റിവാർഡുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ ആ വിവരം, ഇത് മുഴുവൻ കൃത്യമായിട്ട് സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ട വിവരങ്ങളാണ്. ആൻഡ് ഇൻ ഓൾ ദി എബവ് കേസസ് ദ നമ്പർ ആൻഡ് ഡേറ്റ്സ് ഓഫ് ഓർഡേഴ്സ് ഓഫ് കോമ്പീറ്റൻറ്റ് അതോറിറ്റി ഷുഡ് ബി റെക്കോർഡഡ്. ഇവിടെയെല്ലാം നമ്മൾ എഴുതുമ്പോൾ ഇത് കോമ്പീറ്റൻറ്റ് അതോറിറ്റിയുടെ ഓർഡറും ഡേറ്റും വളരെ ക്ലിയറായിട്ട് സർവീസ് ബുക്കിൽ, ലെജിബിളായിട്ട് സർവീസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യേണ്ടതാണ്. ദ ഹെഡ് ഓഫ് ഓഫീസ് ഈസ് റെസ്പോൺസിബിൾ ടു മേക്ക് അറേഞ്ച്മെൻറ്റ്സ് ടു റെക്കോർഡ് ദീസ് റെഗുലർലി. അപ്പോൾ ഇങ്ങനെയൊക്കെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ ചെയ്യുന്നുണ്ടോ, സർവീസ് ബുക്ക് കൃത്യമായി കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നുണ്ടോ എന്ന് ഹെഡ് ഓഫ് ഓഫീസാണ് ഉറപ്പുവരുത്തേണ്ടത്. ദ ഡ്യൂട്ടി ഷുഡ് നോട്ട് ബി ലെഫ്റ്റ് വിത്ത് ദി നോൺ ഗസറ്റഡ് എംപ്ലോയി കൺസേൺ. ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒരു നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥനെ ഡെലിഗേറ്റ് ചെയ്യാൻ പാടില്ലാത്തതാണ്. സ്വയം ഈ കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യേണ്ടതാണ്, റെക്കോർഡ് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണെന്ന് അർത്ഥം. ക്യാൻ പേഴ്സണൽ സർട്ടിഫിക്കറ്റ്സ് ഓഫ് ക്യാരക്ടർ ബി എൻറ്റേർഡ് ഇൻ സർവീസ് ബുക്ക്? ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച്, അയാൾക്ക് കിട്ടിയ ചില സർട്ടിഫിക്കറ്റിനെ കുറിച്ചൊക്കെ ഒരു സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതുണ്ടോ? റൂൾ 145 പറയുന്നത് അൺലെസ് ദി ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് സോ ഡയറക്ട്സ് പേഴ്സണൽ സർട്ടിഫിക്കറ്റ്സ് ഓഫ് ക്യാരക്ടർ മസ്റ്റ് നോട്ട് ബി എൻറ്റേർഡ് ഇൻ സർട്ടിഫിക്കറ്റ്. അത് ഇൻ സർവീസ് ബുക്ക്. അതായത് ഹെഡ് ഓഫ് ഓഫീസോ അല്ലെങ്കിൽ കൺസേൺഡ് അതോറിറ്റിയാണ് അതിൻ്റെ ശരി തെറ്റ് ആവശ്യമുള്ളതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അതിനനുസരിച്ച് വേണം എൻട്രീസ് വരുത്താൻ. ക്യാൻ ആൻ എംപ്ലോയി ബി പെർമിറ്റഡ് ടു വെരിഫൈ ഹിസ് സർവീസ് ബുക്ക്? ഇപ്പോൾ ഒരാളിൻ്റെ സർവീസ് ബുക്ക് അയാൾക്ക് സ്വയം വെരിഫൈ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ പലപ്പോഴും ഞാൻ ആ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ പറയുന്നുണ്ട്, സർവീസ് ബുക്കൊന്നും അവരെ ആരെയും കാണിക്കുന്നില്ല, അതൊരു കോൺഫിഡൻഷ്യൽ റെക്കോർഡ് പോലെയാണ് സൂക്ഷിക്കുന്നതെന്നൊക്കെ പറയുന്ന രസകരമായ ചില കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരിക്കലും ശരിയല്ല. ആൻഡ് ഇറ്റ് ഈസ് ഇല്ലീഗൽ ആൻഡ് അൺലോഫുൾ. ഒരാളിൻ്റെ സർവീസ് ബുക്ക് അയാളെ വെരിഫൈ ചെയ്യാൻ അനുവദിക്കേണ്ടതാണ്. കാരണം അതിനകത്ത് ഇപ്പോൾ അയാളൊരു LW എടുത്തു, ഫോർ എക്സാമ്പിൾ
മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ബേസിസിലാണ് എടുത്തതെങ്കിൽ LW എന്ന് മാത്രമേ അതിൽ എഴുതിയിട്ടുള്ളെങ്കിൽ ആ സർവീസ് ഒരിക്കലും കണക്കാക്കപ്പെടില്ല. അപ്പോൾ ശരിക്കും അയാൾക്കറിയാം കാണുമ്പോൾ, അയ്യോ ഞാൻ LW എടുത്തത് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ബേസിസിലാണ്, അതൊരു ഒമിഷനാണ്. അപ്പോൾ അത് ഡിപ്പാർട്ട്മെൻറ്റിനും അത് സഹായകരമായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു സർവീസ് ബുക്ക് ആ കൺസേൺഡ് എംപ്ലോയിയെ കൊണ്ട് വെരിഫൈ ചെയ്ത് സൂക്ഷിക്കേണ്ടതുമാണ്. So it is the duty of every employee to see that his service book is properly maintained so that there is no difficulty in verifying his service for pension. അതുകൊണ്ട് പെൻഷൻ സമയത്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ അദ്ദേഹത്തിൻ്റെ കാലാകാലങ്ങളിലുള്ള സർവീസ് കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. The head of office should permit him to examine SB at any time he desires to do so. എപ്പോഴാണ് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സംശയം ഉണ്ടാകുന്നത്, എനിക്ക് സർവീസ് ബുക്ക് ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അദ്ദേഹത്തെ അത് കാണിക്കുകയും അതിലെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അപ്പോഴപ്പോൾ അത് തിരുത്തി പോവുകയും വേണം. അത് ഡിപ്പാർട്ട്മെൻറ്റിനും ആ വ്യക്തിക്കും അല്ലെങ്കിൽ ആ എംപ്ലോയിക്കും അത് വളരെ സഹായകരമായിരിക്കുന്ന നമ്മൾ ഓർക്കുക. An employee wishes to keep a copy of SB with him. What should he do for this? അതായത് സർവീസ് ബുക്കിൻ്റെ ഒരു കോപ്പി സ്വയം സൂക്ഷിക്കണം എന്നൊരു ഗവൺമെൻറ് എംപ്ലോയിക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. അതിലെ ഗവൺമെൻറ് ഡിസിഷൻ 1 ബിലോ റൂൾ 146 അത് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ഈച്ച് നോൺ ഗസറ്റഡ് എംപ്ലോയി മേ പ്രൊഡ്യൂസ് ആൻ എക്സ്ട്രാ കോപ്പി ഓഫ് ബ്ലാങ്ക് SB അറ്റ് ഹിസ് കോസ്റ്റ്. അതായത് സർവീസിൽ കയറുമ്പോൾ തന്നെ സർവീസ് ബുക്കിൻ്റെ 2 കോപ്പി വാങ്ങണം. ഒരെണ്ണം ഓഫീസിൽ കൊടുക്കണം, ഒരെണ്ണം അദ്ദേഹത്തിന് എക്സ്ട്രാ കോപ്പി ആയിട്ട് സൂക്ഷിക്കാനുള്ളതാണ്. അപ്പോൾ ഈ അഡീഷണലായിട്ട് ഒരു സർവീസ് ബുക്ക് സ്വയം സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഒറിജിനൽ കളഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അത് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. പക്ഷേ അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അത് നിയമപരമായിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഹീ ഷുഡ് പ്രൊഡ്യൂസ് ആൻ എക്സ്ട്രാ കോപ്പി ഓഫ് എ ബ്ലാങ്ക് SB അറ്റ് ഹിസ് കോസ്റ്റ്. അദ്ദേഹം തന്നെ വാങ്ങിച്ച് ഒരു എക്സ്ട്രാ കോപ്പി ഓഫീസിൽ നൽകണം. And the head of office will make available to him the original SB for copying the entries in the blank one then and there. അങ്ങനെ കൊണ്ടുവന്നാൽ അത് പിന്നെ ഹെഡ് ഓഫ് ഓഫീസിനോട് അപേക്ഷിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒറിജിനൽ സർവീസ് ബുക്ക് ഓഫീസിൽ വെച്ച് നിങ്ങൾക്ക് നൽകും. അതിൽ നിന്ന് എല്ലാ എൻട്രീസും നിങ്ങളുടെ ട്രൂ കോപ്പിയിലേക്ക് അല്ലെങ്കിൽ എക്സ്ട്രാ കോപ്പിയിലേക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ആൻഡ് the duplicate should be carefully checked with the original and each entry attested by the head of office. പക്ഷേ നിങ്ങൾ എഴുതിയ പിന്നെ എക്സ്ട്രാ കോപ്പിയിലെ ഓരോ എൻട്രിയും ഹെഡ് ഓഫ് ഓഫീസ് സൂക്ഷ്മമായി പരിശോധിക്കുകയും ആ ഓരോ എൻട്രിയും അദ്ദേഹം അറ്റസ്റ്റ് ചെയ്തും തന്നാൽ മാത്രമേ നിങ്ങളുടെ എക്സ്ട്രാ കോപ്പിക്ക് ഒരു ഓതൻറ്റിസിറ്റി വരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം. ആൻഡ് ദി വേർഡ്സ് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഷുഡ് ബി റെക്കോർഡഡ് ഇൻ റെഡ് ഇങ്ക് at the top of the first page and attested by the head of office. അതുപോലെ നിങ്ങളുടെ എക്സ്ട്രാ കോപ്പിയുടെ ഫ്രണ്ടിൽ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന റെഡ് ഇങ്കിൽ രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എന്ന് എഴുതണം, അത് അറ്റസ്റ്റ് ചെയ്യുകയും വേണം ഹെഡ് ഓഫ് ഓഫീസർ. ദ എംപ്ലോയി ഷുഡ് മേക്ക് ഇറ്റ് അപ് ടു ഡേറ്റ് ആഫ്റ്റർ 1st June ബട്ട് ബിഫോർ ദി എൻഡ് ഓഫ് ഓഗസ്റ്റ് എവരി ഇയർ ആൻഡ് ഗെറ്റ് ദി എൻട്രീസ് അറ്റസ്റ്റഡ് ബൈ ദി ഹെഡ് ഓഫ് ഓഫീസ്. ഇങ്ങനെ ഈ പിന്നെ കോപ്പി ചെയ്യേണ്ട എപ്പോഴാണ്? ഓരോ വർഷവും എംപ്ലോയി ഷുഡ് മേക്ക് ഇറ്റ് അപ് ടു ഡേറ്റ് ആഫ്റ്റർ 1st June. ജൂൺ 1-ാം തീയതി കഴിഞ്ഞിട്ടാണ് ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ബട്ട് ബിഫോർ എൻഡ് ഓഫ് ഓഗസ്റ്റിന് മുമ്പ് എല്ലാ എൻട്രീസും അറ്റസ്റ്റ് ചെയ്യുക. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഡൺ എവരി ഇയർ ആൻഡ് ഗെറ്റ് ദി എൻട്രീസ് അറ്റസ്റ്റഡ് ബൈ ദി ഹെഡ് ഓഫ് ഓഫീസ്. ഹെഡ് ഓഫ് ഓഫീസിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യുക. അല്ലാതെ ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് വന്നിട്ട് കോപ്പി ചെയ്യുകയല്ല. ഓരോ വർഷവും ഈ 1st Juneനും ഓഗസ്റ്റിനും ഇടയ്ക്ക് ആ പിന്നെ ഒറിജിനലിലുള്ള എൻട്രീസ് നിങ്ങളുടെ പിന്നെ എക്സ്ട്രാ കോപ്പിയിലേക്ക് പകർത്തി അറ്റസ്റ്റ് ചെയ്ത് വാങ്ങി സൂക്ഷിക്കണം. വാട്ട് സർട്ടിഫിക്കറ്റ് ഈസ് ടു ബി റെക്കോർഡഡ് വെൻ ദ സർട്ടിഫിക്കറ്റ് ഓഫ് ആനുവൽ വെരിഫിക്കേഷൻ ഈസ് കോപ്പീഡ് ടു ദി ഡ്യൂപ്ലിക്കേറ്റ് SB. ഡ്യൂപ്ലിക്കേറ്റ് SBയിലേക്ക് പിന്നെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു ആനുവൽ സർട്ടിഫിക്കറ്റ് റെക്കോർഡ് ചെയ്യണം. എന്ത് സർട്ടിഫിക്കറ്റാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഗവൺമെൻറ് ഡിസിഷൻ നോൺ ബിലോ റൂൾ 146 പറയുന്നത് കമ്പയർഡ് ആൻഡ് ഫൗണ്ട് ടു ബി ട്രൂ ആൻഡ് കംപ്ലീറ്റ് കോപ്പി. ഇത് തന്നെ വെർബാറ്റം അതിൽ നോട്ട് ചെയ്ത് ഇതാണ് അദ്ദേഹം ഹെഡ് ഓഫ് ഓഫീസർ നിങ്ങൾക്ക് അറ്റസ്റ്റ് ചെയ്ത് തരേണ്ട
സെൻറ്റൻസ് ഇതാണ്. ആ റെഡിങ്ങിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്യാൻ ഡ്യൂപ്ലിക്കേറ്റ് എസ് ബി റിലൈഡ് അപ്പോൺ ഇഫ് ദ ഒറിജിനൽ ഈസ് ലോസ്റ്റ്? ഏതെങ്കിലും സാഹചര്യത്തിൽ ഒറിജിനൽ എസ് ബി നഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്രകാരം സൂക്ഷിക്കുന്ന എക്സ്ട്രാ കോപ്പിക്ക് വാലിഡിറ്റി ഉണ്ടോ? അത് സ്വീകാര്യമാണോ ഔദ്യോഗിക കാര്യങ്ങൾക്കെന്നാണ് ചോദ്യം. ഗവൺമെൻറ് ഡിസിഷൻ 2 റൂൾ 46 പറയുന്നത്, ഇൻ സച്ച് കേസസ് ഡൗട്ട്ഫുൾ എൻട്രീസ് ഷുഡ് ബി വെരിഫൈഡ് വിത്ത് റെലവൻറ്റ് റെക്കോർഡ്സ് ആൻഡ് എ നോട്ട് ടു ദാറ്റ് ഇഫക്റ്റ് റെക്കോർഡഡ് ആൻഡ് അറ്റസ്റ്റഡ് ബൈ ദി ഹെഡ് ഓഫ് ഓഫീസ്. ഈ എക്സ്ട്രാ കോപ്പിയിലേക്ക് പകർത്തിയിരിക്കുന്ന ഏതെങ്കിലും എൻട്രിയെ സംബന്ധിച്ച് ചെറിയ സംശയമെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓഫീസിലെ ഒറിജിനൽ റെക്കോർഡുമായിട്ട് വെരിഫൈ ചെയ്ത് അതിൻ്റെ കറക്റ്റ്നെസ് ഉറപ്പുവരുത്തുകയും അത് ഹെഡ് ഓഫ് ഓഫീസ് അറ്റസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. ദെൻ വാട്ട് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ഇഫ് ദ ഡ്യൂപ്ലിക്കേറ്റ് എസ് ബി ഈസ് റിലൈഡ് അപ്പോൺ ഫോർ ഡിറ്റർമിനിങ് എ പേയ്മെൻറ്റ് ടു ആൻ എംപ്ലോയി? അതായത് എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത്? ഇഫ് ദ ഡ്യൂപ്ലിക്കേറ്റ് എസ് ബി നമ്മൾ എക്സ്ട്രാ കോപ്പിയെ വിശ്വസിച്ചിട്ട് അല്ലെങ്കിൽ അത് വെച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഡിറ്റർമിൻ പേയ്മെൻറ്റ് ഓഫ് ആൻ എംപ്ലോയി, അതിനെ സംബന്ധിച്ച് എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്? ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയുടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ടാണ് ഭാവി നടപടികൾ പോകുന്നതെങ്കിൽ എന്ത് വേണം? ആൻ അണ്ടർടേക്കിംഗ് ഷുഡ് ബി ഒബ്റ്റൈൻഡ് ഫ്രം ദി എംപ്ലോയി ടു ദി ഇഫക്റ്റ് ദാറ്റ് ഹി എഗ്രീസ് ടു റീഫണ്ട് ഓവർ പേയ്മെൻറ്റ്സ്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ആ എംപ്ലോയിയിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം സബ്സിക്വൻ്റ്ലി ഇഫ് എനി ഓവർ പേയ്മെൻറ്റ് ഈസ് കം അക്രോസ്, ഏതെങ്കിലും തരത്തിൽ ഒരു ഓവർ പേയ്മെൻറ്റ് നടന്നു എന്ന് ഓഡിറ്റിലോ മറ്റോ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ എമൗണ്ട് ഞാൻ തിരിച്ചടച്ചു കൊള്ളാം എന്ന് പറയുന്ന ഒരു അണ്ടർടേക്കിങ് അദ്ദേഹത്തിൽ നിന്ന് വാങ്ങേണ്ടതായിട്ടുണ്ട്. Whose responsibility is to see that the original SB is under safe custody and to ensure against the disappearance, loss or destruction due to carelessness or negligence. അതായത് ഒരു സർവീസ് ബുക്ക് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അത് കൃത്യമായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആരിലാണ് നിക്ഷിപ്തം? ഒരു തരത്തിലും അത് നഷ്ടം ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ അത് കളവ് പോകാൻ പാടില്ല. അത് കൃത്യമായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആരിൽ നിക്ഷിപ്തമാണെന്നാണ് അതിൻ്റെ ഉത്തരം, ഹെഡ് ഓഫ് ഓഫീസ്. ദെൻ വാട്ട് ഷുഡ് ബി ദി ആക്ഷൻ ടേക്കൺ ഓൺ ലോസ് ഓഫ് ഒറിജിനൽ എസ് ബി? ഒരു ഒറിജിനൽ എസ് ബി കാണാനില്ല എന്നൊരവസ്ഥ വരുന്നു എന്നിരിക്കട്ടെ, എന്ത് നടപടിയാണ് സൂക്ഷിക്കേണ്ടത്? അല്ല, ഇപ്പോൾ ഒരു എസ് ബി കാണാതെ പോയി ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയരുത്. അതിനെന്ത് ആക്ഷനാണ് എടുക്കേണ്ടതെന്നാണ്. അത് ഗവൺമെൻറ് ഡിസിഷൻ 4 ബിലോ റൂൾ 146 says every such case should be reported to the accountant general and government with a detailed explanation of the circumstances. ഇങ്ങനെ ഒരു എസ് പി കാണാതെ വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അക്കൗണ്ടൻറ്റ് ജനറലിനെയും ഗവൺമെൻറ്റിനെയും ഈ കാര്യം അറിയിക്കേണ്ടതാണ്. ദെൻ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഫോർ ദി ലോസ് വിൽ ബി ഫിക്സ്ഡ് വെയർ നെസസറി ഡിസിപ്ലിനറി ആക്ഷൻ ടേക്കൺ അഗൻസ്റ്റ് ദി എംപ്ലോയി റെസ്പോൺസിബിൾ ഫോർ ദ ലോസ്. അതുപോലെ അങ്ങനെ ഒരു നഷ്ടം, സർവീസ് ബുക്ക് കാണാതാവുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് ഉത്തരവാദിയായിട്ടുള്ള ആളുടെ അഗൻസ്റ്റായിട്ട് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യുകയും അയാൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുകയും വേണം. കാരണം അത് വളരെ ഗ്രോസ് വയലേഷൻ ഓഫ് റൂൾസാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ ആൻ എംപ്ലോയി ഈസ് ട്രാൻസ്ഫേർഡ് ടു ഫോറിൻ സർവീസ്, വാട്ട് ഷുഡ് ബി ഡൺ വിത്ത് ഹിസ് എസ് ബി? ഒരു ഫോറിൻ സർവീസിലേക്ക് ഒരു എംപ്ലോയിയെ അയക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർവീസ് ബുക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ എവിടെയാണ് ആ സർവീസ് ബുക്ക് സൂക്ഷിക്കേണ്ടതെന്നാണ്. റൂൾ 147 says ഹിസ് എസ് ബി മസ്റ്റ് ബി സെൻഡ് ടു ദി ഓഡിറ്റ് ഓഫീസർ. ആ പോകുന്ന ഓഫീസിലെ ഓഡിറ്റ് ഓഫീസറുടെ പേരിൽ എസ് ബി അയച്ചു കൊടുക്കുക. ദി ഓഡിറ്റ് ഓഫീസർ വിൽ റിട്ടേൺ ഇറ്റ് ആഫ്റ്റർ നോട്ടിംഗ് അണ്ടർ ഹിസ് സിഗ്നേച്ചർ ദി ഓർഡർ സാങ്ഷനിങ് ദ ട്രാൻസ്ഫർ, the leave admissible during foreign service, etc. And on his transfer, his SB must again be sent to the audit officer who will note it over his signature and other particulars. അപ്പോൾ ആ ഫോറിൻ സർവീസിൽ പോയെടുത്ത് അദ്ദേഹം അവിടുത്തെ കണ്ടീഷൻസൊക്കെ വെച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള നോട്ടിങ്സ് സർവീസ് ബുക്കിൽ വരുത്തുകയും അത് അറ്റസ്റ്റ് ചെയ്യുകയും ട്രാൻസ്ഫറിനെ കുറിച്ചും അദ്ദേഹം അവിടെ അവൈൽ ചെയ്ത ലീവിനെ കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങൾ ആ സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തുകയും തിരിച്ച് അദ്ദേഹം സ്വന്തം ഓഫീസിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടുത്തെ ഓഡിറ്റ് ഓഫീസറുടെ പേരിൽ ഈ സർവീസ് ബുക്ക് മടക്കി അയക്കുകയും ചെയ്യുന്നതാണ് നടപടിക്രമം. Can any authority other than the audit officer attest the entries relating to the time spent in foreign service?
അതായത് ഫോറിൻ സർവീസിൽ ഇരിക്കുന്ന കാലത്തുള്ള എൻട്രീസ് അറ്റസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഓഡിറ്റ് ഓഫീസർക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യം. റൂൾ 47 specifies that no authority other than audit officer can attest these entries. ഓഡിറ്റ് ഓഫീസർക്കല്ലാതെ മറ്റൊരാളിനും ആ എൻട്രീസ് അറ്റസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല. Who maintains the service role of policeman not higher than head constable and a member of fire subordinate service of and below the rank of leading fireman. അതായത് പോലീസ്മെന്നിൻ്റെ സർവീസ് ബുക്ക് അല്ല അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് മുകളിൽ നമ്മൾ പറഞ്ഞു. ഒരു ഹെഡ് കോൺസ്റ്റബിളിന് താഴെയുള്ളവരുടെ സർവീസ് ബുക്ക് അല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫയർ സബോർഡിനേറ്റ് സർവീസിൽ വർക്ക് ചെയ്യുന്നവരും ഒരു ലീഡിങ് ഫയർമാൻ ഉൾപ്പെടെയുള്ള താഴോട്ടുള്ള ഉദ്യോഗസ്ഥരുടെക്കും സർവീസ് ബുക്ക് അല്ല, അവർക്ക് സർവീസ് റോളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നാണ് ചോദ്യം. റൂൾ 148 says that a district superintendent of police and regional fire officer as the case may be. പോലീസുകാരുടെ കാര്യത്തിലാണെങ്കിൽ ഡിസ്ട്രിക്റ്റ് സൂപ്പറിൻറ്റൻഡൻ്റ് ഓഫ് പോലീസാണ് സർവീസ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഫയർ പേഴ്സൻ്റെ കാര്യത്തിൽ റീജിയണൽ ഫയർ ഓഫീസറാണ് സർവീസ് ബുക്ക് കീപ്പ് ചെയ്യേണ്ടത്. Then what all particulars should be entered in the service role in above cases. അവരുടെ കേസിൽ എന്തൊക്കെ വിവരങ്ങളാണ് ഒരു സർവീസ് റോളിൽ രേഖപ്പെടുത്തേണ്ടത്? റൂൾ 148 explains the date of his enrollment, his village, caste, tribe, date of birth, height and marks of identification when enrolled, his rank, promotions and reductions, punishments, absence from duty with or without leave, interruptions of his service and every other incident of his service which may affect the amount of pension. ഈ വിവരങ്ങളെല്ലാം ആ സർവീസ് ബുക്കിൽ സർവീസ് റോളിൽ രേഖപ്പെടുത്തണം. അദ്ദേഹത്തിന് എന്നാണ് എൻറോൾ ചെയ്യിച്ചത് അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് നൽകിയത്, അദ്ദേഹത്തിൻ്റെ വില്ലേജ് ഏതാണ്, കാസ്റ്റ് ഏതാണ്, ട്രൈബ് ഏതാണ്, ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ്, എത്ര ഹൈറ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് എന്താണ്, അദ്ദേഹം എത്രാമത്തെ റാങ്ക് ആയിരുന്നു, പ്രൊമോഷൻ പിന്നെ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് തരം താഴ്ത്തിയോ, അദ്ദേഹത്തിന് എന്തെങ്കിലും പണിഷ്മെൻറ്റ് കൊടുത്തോ, ഡ്യൂട്ടിയിൽ നിന്ന് ആബ്സെൻ്റ് ആയിട്ടുണ്ടോ, വിത്ത് ഓർ വിത്തൗട്ട് ലീവാണോ, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സർവീസ് ബ്രേക്കുകൾ വന്നിട്ടുണ്ടോ, ഇത്യാദി കാര്യങ്ങളൊക്കെ കൃത്യമായി ആ സർവീസ് റോളിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഹൗ ഈസ് സർവീസ് റോൾ മെയിൻറ്റെയിൻഡ്? എങ്ങനെയാണ് സർവീസ് റോൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്നത്? ആൻഡ് റൂൾ 148 എക്സ്പ്ലെയിൻസ് ദാറ്റ് ദ റോൾ മസ്റ്റ് ബി ചെക്ക്ഡ് ബൈ ദി ഓർഡർ ബുക്ക്. ഒരു ഓർഡർ ബുക്ക് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം ഈ റോളിൽ എൻട്രീസ് വരുത്താൻ. ആൻഡ് പണിഷ്മെൻറ്റ് രജിസ്റ്റർ ഉണ്ട്, ആ ബുക്കിലെ എൻട്രീസും വെരിഫൈ ചെയ്തിട്ട് വേണം ഇതിൽ അദ്ദേഹത്തിൻ്റെ സർവീസ് റോളിൽ റെക്കോർഡ് നോട്ട് ചെയ്യാൻ. ആൻഡ് എൻട്രീസ് സൈൻഡ് ബൈ ദി ഡിസ്ട്രിക്റ്റ് സൂപ്പറിൻറ്റൻഡൻറ്റ് ഓർ റീജിയൺ ഫയൽ ഓഫീസർ ആസ് ദ കേസ് മേ ബി. അങ്ങനെ വെരിഫൈ ചെയ്ത് മാത്രമേ ഡിസ്ട്രിക്റ്റ് സൂപ്പറിൻറ്റൻഡൻറ്റ് ഓഫ് പോലീസിനും റീജിയണൽ ഫയർ ഓഫീസർക്കും സർവീസ് റോളിൽ എൻട്രീസ് വരുത്താൻ പാടുള്ളൂ. വെൻ ഈസ് ആനുവൽ വെരിഫിക്കേഷൻ ഓഫ് SB ഡൺ ആൻഡ് ബൈ ഹൂം ഈസ് ഇറ്റ് ഡൺ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റൂൾ 150 ഇത് വിശദീകരിക്കുന്നത്. ആനുവൽ വെരിഫിക്കേഷൻ ഓഫ് സർവീസ് ബുക്ക് ആൻഡ് റോൾസ് ഈസ് ടേക്കൺ അപ്പ് ഇൻ ഏപ്രിൽ ഓഫ് എവരി ഇയർ ബൈ ദ ഹെഡ് ഓഫ് ഓഫീസ്. ഇത് ഒരുപാട് കാര്യങ്ങൾക്ക്, ഇപ്പോൾ പെൻഷൻ ആവുന്നവരുടെ കാര്യങ്ങളിൽ ലയബിലിറ്റിയൊക്കെ ഫിക്സ് ചെയ്യുമ്പോഴൊക്കെ ഈ റൂള് മനസ്സിലുണ്ടെങ്കിൽ അങ്ങനെയൊന്നും അവർക്ക് ഒരുപാട് ലയബിലിറ്റീസ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാവില്ല. കാരണം ഓരോ വർഷത്തെയും സർവീസ് വെരിഫിക്കേഷൻ നടത്തി ബാധ്യതയുണ്ടെങ്കിൽ ആ ബാധ്യതകൾ തീർത്താണ് പോകേണ്ടത്. ഒരു കാരണവശാലും അദ്ദേഹത്തിന് 4 വർഷം മുമ്പൊരു ലയബിലിറ്റി ഉണ്ടായിരുന്നു എന്നൊന്നും പറയുന്നത് ശരിയല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നൊരു റൂളാണിത്. വളരെ എനിക്ക് തോന്നുന്ന ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണ് റൂൾ 150. നമുക്ക് നോക്കാം. ആനുവൽ വെരിഫിക്കേഷൻ ഓഫ് SB ആൻഡ് റോൾസ് ഈസ് ടേക്കൺ അപ്പ് ഇൻ ഏപ്രിൽ ഓഫ് എവരി ഇയർ ബൈ ഹെഡ് ഓഫ് ഓഫീസ്. ഒരു ഹെഡ് ഓഫ് ഓഫീസ് എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ അവിടെയുള്ള എംപ്ലോയീസിൻ്റെ മുഴുവൻ സർവീസ് ബുക്കും ആനുവൽ വെരിഫിക്കേഷന് വിധേയമാക്കണം. ആൻഡ് ഹീ ഷുഡ് സാറ്റിസ്ഫൈ ഹിംസെൽഫ് ദാറ്റ് ദ സർവീസസ് ആർ കറക്റ്റ്ലി റെക്കോർഡഡ് ആൻഡ് ദർ ആർ നോ ലയബിലിറ്റീസ് അഗൻസ്റ്റ് ദി എംപ്ലോയി ഡ്യൂറിങ് ദ പീരീഡ്. അതുപോലെ ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെയും സർവീസ് ബുക്കിലെ എൻട്രീസൊക്കെ വളരെ കറക്റ്റാണെന്നും ആൻഡ് ദർ ഈസ് നോ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ലയബിലിറ്റീസ് ഒന്നുമില്ല എന്നും ഒക്കെ ഉറപ്പുവരുത്താം. കാരണം ലയബിലിറ്റീസ് ഷുഡ് ബി ലിക്വിഡേറ്റഡ് അറ്റ് ദി ഏർലിയസ്റ്റ്. ഒരു ഗവൺമെൻറ് എംപ്ലോയിക്ക് എതിരായിട്ടൊരു ബാധ്യത കണ്ടാൽ അല്ലെങ്കിൽ ഒരു
അയാൾക്കൊരു ഓവർ പേയ്മെൻറ്റ് നടത്തിയാൽ അത് അന്നേരം തന്നെ അത് പിടിച്ച് സർവീസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യേണ്ടതാണ് എന്നർത്ഥം. ആൻഡ് ഹീ ഷുഡ് റെക്കോർഡ് ആൻ ആനുവൽ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്. ഓരോ വർഷത്തെയും ആനുവൽ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ അതിന് ഉപോത്ബലകമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അദ്ദേഹം സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തണം. ആൻഡ് ഹീ ഷുഡ് ഇൻസ്പെക്ട് അറ്റ്ലീസ്റ്റ് 10% ഓഫ് ദി SBs ആൻഡ് റൂൾസ്. അത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സിനെ കൊണ്ട് ചെയ്യിച്ചിട്ട് അതിൻ്റെ ഒരു 10% അദ്ദേഹം കാഷ്വലായിട്ടൊരു 10% എടുത്ത് അത് ശരിയായിട്ടാണോ ഇതെല്ലാം ചെക്ക് ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തുകയും വേണം. ദ വെരിഫിക്കേഷൻ ഷുഡ് ബി ഇൻ റെസ്പെക്റ്റ് ഓഫ് ഓൾ സർവീസ് ക്വാളിഫയിങ് ഫോർ പെൻഷൻ. പെൻഷന് ക്വാളിഫൈ ചെയ്യുന്ന എല്ലാ സർവീസുകളും കൃത്യമായി റെക്കോർഡ് ചെയ്യുകയും അറ്റസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. കാരണം ഈ പ്രൊസീജിയറാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഒരു എംപ്ലോയി 30 വർഷം കഴിഞ്ഞ് 32-33 വർഷം കഴിഞ്ഞ് റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സർവീസ് റെക്കോർഡ്സുകളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. അദ്ദേഹത്തിന് ഒരു ബാധ്യത ഉണ്ടാവില്ല. അദ്ദേഹം ആ റിട്ടയർ ചെയ്യുന്ന വർഷത്തെ എന്തെങ്കിലും ബാധ്യതകൾ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ കാണൂ. സോ യു ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി. ഇത് എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും ലോവർ ലെവൽ, മിഡിൽ ലെവൽ, ഹയർ ലെവൽ ഓഫീസേഴ്സ് ഷുഡ് കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ് ആ റൂൾ ഓൺ 50. Then what are the duties of head of department regarding annual report of verification of SB? ഇനി ഇങ്ങനെ ഒരു ആനുവൽ വെരിഫിക്കേഷൻ നടന്നതിൻ്റെ വിവരം ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്തൊക്കെയാണെന്നാണ്. അത് നോട്ട് 2 ബിലോ റൂൾ ഓൺ 50 വിശദീകരിക്കുന്നത് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് സെൻഡ് ടു ഗവൺമെൻറ് ഓൺ 1st June എവറി ഇയർ ദി ആനുവൽ റിപ്പോർട്ട് ഓഫ് ആനുവൽ വെരിഫിക്കേഷൻ ഓഫ് SBs. അതായത് അദ്ദേഹത്തിൻ്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴെ വരുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും ആനുവൽ വെരിഫിക്കേഷൻ റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് ഓരോ വർഷവും 1st June അയച്ചു കൊടുക്കേണ്ടതാണ്. ആൻഡ് ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് എ സർട്ടിഫിക്കറ്റ് ദാറ്റ് ദി SBs ഓഫ് ഓൾ പേഴ്സൺസ് ഡ്യൂ ടു റിട്ടയർ വിത്തിൻ 5 years ഹാവ് ബീൻ ഫോർവേഡഡ് ടു ഓഡിറ്റ് ഓഫീസർ ഫോർ ചെക്ക്. ഇക്കൂട്ടത്തിലൊരു പ്രിഫറൻസ് ഉണ്ട്. അതായത് എല്ലാവരുടെയും സർവീസ് ബുക്കുകളിലല്ല, റിട്ടയർ ചെയ്യാൻ 5 വർഷം ഉള്ളവരുടെ കേസിൽ പ്രത്യേകമായിട്ടും വിത്തൗട്ട് എനി ലാബ്സ് വാട്ട്സ് എവർ ഷുഡ് ബി ഫോർവേഡഡ് ടു ദി അക്കൗണ്ടൻറ്റ് ജനറൽ ഓൾസോ. കാരണം അവിടെ 5 വർഷമേ ഉള്ളൂ റിട്ടയർമെൻ്റ് എങ്കിൽ അതേപോലെയുള്ള എല്ലാ സർവീസ് മാറ്റേഴ്സും വെരിഫൈ ചെയ്ത് അതിൻ്റെ കറക്റ്റ്നെസ്സൊക്കെ വെരിഫൈ ചെയ്ത് അതിൽ സാക്ഷ്യപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. ആൻഡ് ഇറ്റ് ഷുഡ് ബി സർട്ടിഫൈഡ് ദാറ്റ് നോ ലയബിലിറ്റീസ് ആർ ഔട്ട്സ്റ്റാൻഡിങ് against them, and in cases where liabilities are outstanding, action have been taken to settle it early. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നതിന് ഒരു അർത്ഥവും ഇല്ലയെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. കാരണം കുറേ വർഷം മുമ്പുള്ള ബാധ്യത ഉണ്ടായിരുന്നു. ശരിക്കും ആ ബാധ്യത ഹെഡ് ഓഫ് ഓഫീസിനാണ്, അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിനാണ്. കാരണം വൈ കുഡിൻറ്റ് യു ക്ലിയർ ദോസ് ലയബിലിറ്റീസ്? ആ ബാധ്യതകളൊക്കെ എന്തുകൊണ്ടാണ് അന്ന് തന്നെ പരിശോധിച്ച് ആ ബാധ്യതകളൊക്കെ ലിക്വിഡേറ്റ് ചെയ്യാതിരുന്നത്? ആ പിടിക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു പെൻഷൻ റെക്കോർഡ് റിട്ടയർ ചെയ്യുന്ന ഒരു ഓഫീസർക്കോ അല്ല അതിൻ്റെ ഉത്തരവാദിത്വം, ഹെഡ് ഓഫ് ഓഫീസിനും ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിനുമാണ്. അപ്പോൾ ഒരിക്കലും ഈ റിട്ടയർ ചെയ്യുന്നവരെ പഴി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി സർട്ടിഫൈഡ് ദാറ്റ് നോ ലയബിലിറ്റീസ് ആർ ഔട്ട്സ്റ്റാൻഡിങ്. അതുപോലെ വെരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ എഴുതണം അദ്ദേഹത്തിന് അഗൻസ്റ്റായിട്ട് ഒരു ലയബിലിറ്റി ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. ആൻഡ് ഇൻ കേസസ് വേർ ലയബിലിറ്റീസ്, ഇനി ആർക്കെങ്കിലും അഗൻസ്റ്റായിട്ട് ഒരു റിക്കവറി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് എമൗണ്ടോടെ പിടിക്കാനുണ്ടെന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ ലയബിലിറ്റീസ് മേ ബി ഔട്ട്സ്റ്റാൻഡിങ്. പക്ഷേ ആ കേസിലും ആക്ഷൻ ഹാസ് ബീൻ ടേക്കൺ ടു സെറ്റിൽ ഇറ്റ് എയർലി. എത്രയും പെട്ടെന്ന് ആ ലയബിലിറ്റീസും പിടിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന വസ്തുതയും ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിനെയും ഗവൺമെൻറ്റിനെയും ഒക്കെ അറിയിക്കേണ്ടതാണ്. ദേ മേ ഒബ്റ്റെയിൻ ദ നെസസറി സർട്ടിഫിക്കറ്റ്സ് ഇൻ ദിസ് റിഗാർഡ് ആൻഡ് കൺസോളിഡേറ്റ് ദ റിപ്പോർട്ട് ആൻഡ് സെൻഡ് ഇറ്റ് ടു ഗവൺമെൻറ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ലയബിലിറ്റീസ് ഉള്ളവരുടെ കേസിലും സർവീസ് വെരിഫിക്കേഷൻ നടത്തിയ ഡീറ്റെയിൽസും ഒക്കെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിന് അയക്കേണ്ടതാണ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ്. 2 കോപ്പി അയക്കണം. ഗവൺമെൻറ് വിൽ ഫോർവേഡ് 1 കോപ്പി ടു ദി അക്കൗണ്ടൻറ്റ് ജനറൽ ബൈ 1st July എവരി ഇയർ. അതിൽ 1 കോപ്പി അക്കൗണ്ടൻറ്റ് ജനറലിന് അയച്ചു കൊടുക്കും ഗവൺമെൻറ് തന്നെ. അത് 1st July അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ So how is the periodical inspection of SBs are done? പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ കാലാകാലങ്ങളിൽ ഓരോ വർഷവും നമ്മൾ സർവീസ് ബുക്കൊക്കെ വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെയാണ് ആ ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്യേണ്ടതെന്നാണ്. അത് റൂൾ ഓൺ 51 പറയുന്നത്, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ഓഫീസേഴ്സ് ഇൻസ്പെക്ടിങ് ദ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ടു ഇൻസ്പെക്ട് ദി SBs മെയിൻറ്റെയിൻ ദെയർ ആൻഡ് ദേ ഷുഡ് സീ ദാറ്റ്. ഒരു ഇൻസ്പെക്ടിങ് ഓഫീസർ
ഏത് ഓഫീസാണോ ഇൻസ്പെക്റ്റ് ചെയ്യുന്നത് അവിടുത്തെ എല്ലാ സർവീസ് ബുക്കുകളും അദ്ദേഹം വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് SBs ആർ മെയിൻറ്റെയിൻഡ് അപ് ടു ഡേറ്റ്. അതാണ് ഏറ്റവും പ്രധാനം. സർവീസ് ബുക്കിലെ എൻട്രീസ് എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നിർവഹിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. 2, എൻട്രീസ് ആർ പ്രോപ്പർലി മെയ്ഡ് ആൻഡ് അറ്റസ്റ്റഡ്. കൃത്യമായിട്ടാണോ, അംബിഗ്വിറ്റി ഇല്ലാതെ, അവ്യക്തതയില്ലാതെയാണ് ഓരോ എൻട്രിയും നടത്തിയിരിക്കുന്നതെന്നും അത് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തുക. 3, വെരിഫിക്കേഷൻ ഹാസ് ബീൻ പ്രോപ്പർലി ക്യാരിഡ് ഔട്ട് ആൻഡ് ദി നെസസറി സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എവിഡൻസ് സെക്യൂർഡ്. അതായത് സർവീസ് ബുക്കിലെ ഓരോ എൻട്രിയുടെയും കൃത്യമായി അത് വെരിഫൈ ചെയ്യുകയും അത് ആവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും തെളിവുകളും സഹിതമാണ്, അല്ലെങ്കിൽ അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്തിട്ടാണ് എൻട്രീസ് എല്ലാം നടത്തിയിരിക്കുന്നതെന്നും ഉറപ്പുവരുത്തുക. ദെൻ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ഹാവ് ബീൻ പ്രോപ്പർലി റെക്കോർഡഡ് ബൈ ദ ഹെഡ് ഓഫ് ഓഫീസ്. അതുപോലെ കൃത്യമായിട്ട് അത് സർവീസ് ബുക്ക് വെരിഫൈ ചെയ്തു, എല്ലാ എൻട്രീസും വെരിഫൈ ചെയ്തു എന്ന ഹെഡ് ഓഫ് ഓഫീസ് അതിൽ റെക്കോർഡ് ചെയ്ത് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം ഈ ഇൻസ്പെക്ടിംഗ് ഓഫീസർ. ദെൻ റെക്കോർഡിംഗ് ദി കോട്ട ഇൻ വിച്ച് ദി എംപ്ലോയി ഈസ് അപ്പോയിൻറ്റഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പീരിയോഡിക്കൽ ഇൻസ്പെക്ഷനിലുള്ളത്. അടുത്തത് റെക്കോർഡിംഗ് ദ കോട്ട ഇൻ വിച്ച് എംപ്ലോയീസ് ആർ അപ്പോയിൻറ്റഡ്. ഒരു സർവീസ് ബുക്കിൽ ഒരു ഗവൺമെൻറ് എംപ്ലോയി അപ്പോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ആ എംപ്ലോയി, ഇപ്പോൾ PSC അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റിൽ നിന്നാണ് അപ്പോയിൻമെൻറ്റ്, ഏതായാലും ദ കോട്ട ഇൻ വിച്ച് ദ എംപ്ലോയ്മെൻറ്റ് ഈസ് അപ്പോയിൻറ്റഡ്. ദാറ്റ് മീൻസ് വെദർ ഇറ്റ് ഈസ് ഇൻ മെറിറ്റ് ഓർ ഇൻ റിസർവേഷൻ കോട്ട, ഏത് രീതിയിലാണ് അദ്ദേഹത്തിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് റെക്കോർഡ് ചെയ്യണം. ആൻഡ് ദിസ് ഈസ് ആപ്ലിക്കബിൾ ടു ദോസ് ഹൂ കം അണ്ടർ NPS സ്കീമിൽ വരുന്നവർക്കും ഈ നിയമം ബാധകമാണ്. അപ്പോൾ ഏത് കാറ്റഗറിയിലൊക്കെയാണ് അല്ലെങ്കിൽ ഏത് വകുപ്പിലാണ് ഇവരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് ഗവൺമെൻറ് ജിയോ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജിയോ 29/8/2016 ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ദെൻ ഈ സർവീസ് ബുക്ക്, ഇതിപ്പോൾ നമ്മൾ സർവീസ് ബുക്കിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ വിശദമായി ഡിസ്കസ് ചെയ്തു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ സർവീസ് ബുക്കൊക്കെ മാനുവലായിട്ടല്ല ഇനി മുതൽ, അതായത് 17/8/2021 ഉത്തരവ് പ്രകാരം എല്ലാ ഗവൺമെൻറ് ഓഫീസിലും ഈ സർവീസ് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഇലക്ട്രോണിക് സപ്പോർട്ടോടു കൂടി വേണം, ആ ഒരു പുതിയ സംവിധാനത്തോടു കൂടി വേണം എല്ലാ ഗവൺമെൻറ് ഓഫീസിലും സർവീസ് ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഈ സർവീസ് ബുക്സ് ആർ ടു ബി ഓപ്പൺ ആസ് പെർ റൂൾ or orders of government GOP 118/2021 fin dated 17/8/21. സോ ഇതോടുകൂടി സർവീസ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ ചട്ടങ്ങളും ഉത്തരവുകളും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞു. സോ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു.